അപ്പോൾ നമ്മളെ ഫിഷിന് എന്തോ ചെറിയൊരു പ്രശ്നം വന്നാണ്ട് നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് കൊടുന്നതാണ്. നമ്മളെ ബോസിൻ്റെ മോൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫിഷാണ്. ഇതിലൊന്ന് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. ഇത് ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു നിലക്കാണ്. ഇപ്പോൾ ഞാനത് CPR ഒക്കെ കൊടുത്ത് കുറച്ചൊക്കെ രീതിക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ CPR ഓക്സിജൻ കൊടുക്കുകയാണ്. ഏകദേശം ഒരുപാട് ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഇത് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ ശരിയാവും. പിന്നെ ഈ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഹോസ്പിറ്റാലിറ്റിക്കും വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ICU കെയർ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ മാതിരി ഇതിൽ മെഡിസിൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-2 മെഡിസിൻ ഉണ്ട്. അപ്പോൾ മെഡിസിനൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഏകദേശം ഇപ്പോൾ ഈ വാട്ടർ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഫിഷിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ചെറിയ ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഏഞ്ചൽ ഫിഷിൻ്റെ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മിക്കവാറും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഫിഷുകൾ എന്താ ചെയ്യൽ, ഇതേമാതിരി എയറേഷൻ ഇട്ട് കൊടുത്തുകൊണ്ട് ചെയ്യലാണ് അല്ലേ. ഇപ്പോൾ ഏകദേശം എല്ലേതും ഒരേപോലെ റെഡി ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എയർ കൊടുക്കേണ്ടത് ഇതിൻ്റെ ചെകളുണ്ടല്ലോ, ഈ ചെകളൻ്റെ ഉള്ളിലേക്കായിട്ട് എയർ കൊടുക്കണം. ഇത് ഇപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ പാരാസൈറ്റാണ് തോന്നുന്നുണ്ട്. പാരാസൈറ്റ് ഉണ്ടായിട്ട് ഡെഡായിട്ട് ഞാൻ ആ ഫിഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാരാസൈറ്റ് ആയിട്ടാണ് തോന്നുന്നുണ്ട് ഫിഷിൻ്റെ ചെകള, അതേപോലെ ഉള്ളിൽ ഒക്കെ ഇത്. അതുകൊണ്ട് ഈ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഗ്ലാസ് ടൈപ്പ് ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓർഗാനിസം ഫുൾ നമ്മൾ കാണുന്നുണ്ട്. ഓർഗൻസ് ഫുൾ നമുക്കിതിൽ കാണുന്നുണ്ട്, പുറത്തേക്ക് കാണുന്നുണ്ട് ഗ്ലാസ് മാതിരി. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഡിസീസ് എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പാരാസൈറ്റ് ആകാനാണ് സാധ്യത. ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ ആഴ്ചയിലും ഈ ഫിഷിന് ഇതേപോലത്തെ ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എയറേഷനൊക്കെ കൊടുത്ത് ഫിഷിനെ ഞാൻ ഒരുപാട് ടൈം ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഈ ഫിഷിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. എന്നിട്ട് ഞാനൊക്കെ ശരിയാക്കിയിട്ട് പിന്നെയും കൊടുത്തയച്ചതാണ് മോൾക്ക്. അപ്പോൾ അവൻ്റെ ടാങ്കിന് എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവൻ്റെ ടാങ്കിൻ്റെ വാട്ടറിന് എന്തോ പ്രോബ്ലം ഉണ്ട്. കാരണം ഇപ്പോൾ ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാത്രമാണിത് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നപ്പോൾ തെറാവിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവനെ പള്ളിക്ക് വെച്ചാണ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഈ നോക്കിയെന്നോ മീനിൻ്റെ അത് ഞാൻ വിട്ടിന്നല്ലോ വാട്സപ്പിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജസ്റ്റ് കറക്റ്റായിട്ടൊന്നും കാണാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, താഴത്തേക്ക് ഇറക്കാൻ ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഫിഷിനെ ഞാൻ ഏകദേശം എന്താ വെച്ചാൽ ഈ ഒരു ഇതിൽ ഇപ്പോഴല്ല, ഇത് ഈ ഒരു അവസ്ഥയിൽ അവിടെ അടിയിൽ കിടക്കുന്നുണ്ടോ, ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു അളക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ കൊടുന്ന് കുറച്ച് മെത്തിലിൻ യെല്ലോ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത്, പിന്നെ കുറച്ച് ഹോട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് ഫിഷ്. അപ്പോൾ എന്തെങ്കിലും വാട്ടറിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ വാട്ടർ ചെക്ക് ചെയ്തു, വാട്ടർ ഓക്കെയാണ്. പിന്നെ അങ്ങനെയുള്ള ഇതൊക്കെ, പിന്നെ പറഞ്ഞാൽ വാട്ടറിന് പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. കാരണം ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള ടാങ്കുകൾ ആയതുകൊണ്ട് തന്നെ വാട്ടറിനൊന്നും അങ്ങനെ വിഷയം വരില്ല. പക്ഷേ വേറെ ഇതിൻ്റെ മോൾക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ഈ ഫിഷിനെ ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ പ്രശ്നമല്ല. ഇപ്പോൾ അതേ ഒരു ഏകദേശം ഒരു ഇതിലുള്ള ഫിഷുകൾ, അതിൽ ഏകദേശം ഒരു 19ഓളം ഏഞ്ചൽ തന്നെ ഉണ്ട് ഇതിൽ. എൻ്റെ ഈ ടാങ്കിൽ, എൻ്റെ റൂമിലെ ടാങ്കാണ്. ഒരു 19-20ഓളം ഏഞ്ചൽ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് ബട്ടർഫ്ലൈ ആയതുകൊണ്ട് തന്നെ ഞാൻ പെയറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതായിട്ട് നമുക്ക് പെയറായിട്ട് തിരിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരത്തിൽപ്പെടുമെന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോൾ കോമൺ ടാങ്കിൽ ഇട്ടാണ്ട് വളർത്തണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അവൻ്റെ ടാങ്കിൽ കൊണ്ടിടാൻ പറഞ്ഞത്. ടാങ്ക് ചെറുതൊന്നുമല്ല, ഇത് ഏകദേശം തീരുമാനമായത്. കണ്ടോ, ഇതാണ് ഫിഷിൻ്റെ ഒരു കണ്ടോ, ഈ ഫിഷ് കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഈ ഫിഷിൻ്റെ ഒരു ഇത് കണ്ടോ.
അപ്പോൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. കണ്ടോ ആ ഫിഷ് കിടക്കണുണ്ടോ? അത് വളഞ്ഞ് കുത്തണം. എന്താ ഒരു തരം എന്താ പറയുക, വേറൊരു ഇതിലാണ് നിൽക്കുന്നത്. ഫിഷിന് എന്തോ ഇതായിട്ട്. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഏകദേശം നമുക്ക് സേവ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എയറേഷൻ കൊടുക്കുക, ഒന്ന് ഇതാക്കിയിട്ട് എയറേഷൻ കൊടുത്ത് റെഡിയാക്കുക എന്നേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. പക്ഷേ ഇതുവരെയായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തോളം എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യവും, പക്ഷേ സമയം ഒരുപാട് ടൈം പിടിക്കും. നമ്മളിതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കണം. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളമായി. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഞാനൊരു മെഡിസിനും കൂടി ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മെഡിസിനും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ഡ്രോപ്സ് മെഡിസിൻ ഒഴിക്കുകയാണ്. ഓക്കെ, 1 2 3. ഈ മെഡിസിൻ നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നമ്മളെ കാലിനൊക്കെ മുറിവുണ്ടായി കഴിഞ്ഞാൽ ഈ പതച്ച് വരുന്ന ഒരു മരുന്നുണ്ടല്ലോ, ആ സാധനമാണത്. അപ്പോൾ ആ മെഡിസിനാണ് ഞാനിവിടെ ഉപയോഗിക്കൽ. പിന്നെ അത് നമ്മൾ ഉപയോഗിക്കണം എന്താ വെച്ചാൽ, നമുക്ക് ഏഞ്ചൽ ഫിഷിൻ്റെ പ്രൈസ് ആകുന്ന സമയത്ത് എഗ്ഗിൻ്റെ ടൈമിലൊക്കെ ആ സാധനം ആവശ്യമുണ്ട്. കാരണം ബാക്ടീരിയാസ് ഒന്നും എടുക്കാതെക്കാൻ, എഗ്ഗ് കേടുവരാതെക്കാനും വേണ്ടിയിട്ടുള്ള മെഡിസിനാണത്. അപ്പോൾ ആ സാധനം ഞാൻ ഉപയോഗിക്കലുണ്ട്. ഞാൻ അതുതന്നെ ഇപ്പോൾ ഞാൻ ഫിഷിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ മെത്തലിൻ ബ്ലൂ അല്ലെങ്കിൽ മെത്തലിൻ വൈറ്റ്, മെത്തലിൻ യെല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് നമ്മളെ സ്പോഞ്ച് ഫിൽറ്ററുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബാക്ടീരിയാസൊക്കെ ഡെഡായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ മെഡിസിൻ ഒഴിച്ചതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.